നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിവെച്ചും ഇപ്പോ ഈ കാണുന്ന തരത്തിൽ എത്തിച്ചിരിക്കുന്നത് ആരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ച് ഇറാൻ പ്രതിരോധം തീർത്തപ്പോൾ ഇപ്പോൾ ഞെട്ടോട്ടമോടുകയാണ് ട്രംപ്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബഹുരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനായി ട്രംപ് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അത് നടപടി ആകുന്ന ലക്ഷണമില്ല. കാരണം ട്രംപിനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ആളാണ് എന്ന കാര്യത്തിൽ തിരിച്ചറിവ് തന്നെയാണ് ബഹുരാഷ്ട്ര സഖ്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി വിവിധ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു ബഹുരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള പദ്ധതിയുമായി അടുത്ത അമേരിക്കയെ അപ്പാടെ ബഹുരാഷ്ട്ര സംഘം തള്ളിക്കളയുന്നത്. യുദ്ധം കലുഷിതമാക്കിയ ഈ മേഖലയിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ വിവിധ രാജ്യങ്ങളുടെ നാവികസേനകളുടെ അകമ്പടി നൽകുക എന്നതാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം അടുത്തയാഴ്ചയോട് ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഫെബ്രുവരി 28-ന് ഇറാനിലെ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നാണ് മേഖലയിലെ സംഘർഷം വളരെയധികം രൂക്ഷമായത്. ഇതിന് തിരിച്ചടി എന്നോണമാണ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഇതോടെ ലോകത്തിലെ എണ്ണ വിതരണത്തിന് 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് മാർച്ച് ആദ്യ വാരം മുതൽ ഫലത്തിൽ അടഞ്ഞുകിടക്കുകയാണ്. ഇത് ആഗോളതലത്തിലെ ഇന്ധന വില ഉയരാൻ കാരണമായിട്ടുണ്ട്. ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികസേനയുടെ ഭാഗമാകാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പല രാജ്യങ്ങളും ഇതിനോട് നേരിട്ട് പ്രതികരിക്കാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു. സംഘർഷം കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച നടത്തുമെന്നാണ് ചൈനീസ് എംബസി അറിയിച്ചിരിക്കുന്നത്. ചൈന ഈ നീക്കത്തിൽ സഹകരിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും ചൈനയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതേസമയം യുദ്ധം ശമിച്ചതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു ദൗത്യത്തിൽ പങ്കുചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നാണ് ഫ്രാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സഖ്യത്തിന്റെ ഭാഗമാകാനില്ല എന്ന് തന്നെയാണ് ജർമ്മനി പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കരുതെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കരുത് എന്ന കാര്യം ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ മേഖലയിലെ കപ്പൽ ഗതാഗതം നിലച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇറാഖ് കടലിടുക്കിലൂടെ ഇന്ധന ടാങ്കറുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടിരുന്നു. മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ബഹുരാഷ്ട്ര സഖ്യത്തിന്റെ രൂപീകരണം സംബന്ധിച്ച അന്തിമ തീരുമാനം അമേരിക്ക കൈക്കൊള്ളുക. അതേസമയം യുഎസും ഇസ്രയേലുമായി ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് ഹോർമൂസ് വഴി കടന്നു പോകാമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാജിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരക്ഷാ ആശങ്ക മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഹോർമൂസ് ഒഴിവാക്കിയിരിക്കുകയാണെന്നാണ് അരാജിയുടെ പ്രസ്താവന. എന്നാൽ കടലിടുക്ക് മുഴുവനായും തുറക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും മറ്റു രാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് വന്നതോടെ യുഎസിന്റെ നീക്കങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ പങ്കാളിയാകാനുള്ള സാധ്യതയും ഇതോടെ കുറവാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തികച്ചും ഇക്കാര്യത്തിൽ ട്രംപ് ഒറ്റപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.